നെയ്മർ ഫാൻസിന് ഇന്നലത്തെ ബ്രസീൽ സ്കോഡിനോട് വലിയ താല്പര്യമോ അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സങ്കടമോ വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ശരിയാണ്, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് മുമ്പ് വരുന്ന ഈ പറയുന്ന പോലെ ഫ്രാൻസിനും ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരം എന്ന് പറയുന്നത് ഒരു ഇച്ചിരി രസമുള്ള ഒരു മാച്ച് തന്നെ ആയിരിക്കും കാണാൻ. ആൻഡ് അത് ബ്രസീൽ സ്കോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തൊരുമ, മറ്റു കാര്യങ്ങൾ, ഈ കാര്യത്തിനൊക്കെ ഒരു പ്രിപ്പറേഷനും കൂടെയാണ്. ആ സമയത്ത് നെയ്മറിനെ പോലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2026 വേൾഡ് കപ്പ് ബ്രസീൽ അടിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു വൈറ്റൽ റോൾ കീപ്പ് ചെയ്യാൻ പോകുന്ന നെയ്മർ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡോൺ കാർലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് 2026 വേൾഡ് കപ്പിൽ അവൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാര്യം ബ്രസീലിന് ശരിയാണ്, ഈ പറയുന്നത് പോലെ തന്നെ 5 വേൾഡ് കപ്പും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ഏത് പൊസിഷനിലേക്ക് നോക്കുമ്പോഴും അടിപൊളി താരങ്ങൾ ഉണ്ടെങ്കിലും നെയ്മർ എന്ന് പറയുന്ന ഒരു താരത്തിന് റീപ്ലേസ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൽ ഇല്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പിലേക്കായിരിക്കും കൂടുതലായിട്ട് ആരെ നോക്കുന്നുണ്ടാവുക, നെയ്മറിനെ നോക്കുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ശരിയാണ്, ഈ മാച്ചുകളിലെല്ലാം നെയ്മർ ഉണ്ടാവും എന്നുള്ളൊരു സൂചന തന്നിട്ട് നമുക്ക് പെട്ടെന്ന് നെയ്മർ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. എനിക്കും തോന്നുന്നുണ്ട്. ഞാനൊരു ബ്രസീൽ ഫാൻ അല്ല, പക്ഷെ ഞാനൊരു നെയ്മർ ഫാനാണ്. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 2026 വേൾഡ് കപ്പ് എന്ന് പറയുന്നതാണ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദാൻ ഈ ഫ്രണ്ട്ലി മാച്ചസിന് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എന്താണ് നിങ്ങൾക്ക് ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറൂ.